ഈ സീസൺ IPLിലെ 40 മത്സരങ്ങൾ ഓൾമോസ്റ്റ് പൂർത്തിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും പുതിയ പോയിന്റ് ടേബിളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 4 പോയിന്റുമായി അവസാന 3 സ്ഥാനത്ത് നിൽക്കുന്നത് ചെന്നൈ, ഹൈദരാബാദ്, രാജസ്ഥാൻ തുടങ്ങിയ 3 ടീമുകളാണ്. ഇതിൽ ഹൈദരാബാദ് മാത്രം 7 മത്സരങ്ങൾ കളിച്ചിരിക്കുമ്പോൾ ചെന്നൈയും രാജസ്ഥാനും 8 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ടൂർണമെന്റിൽ നെഗറ്റീവ് റൺ റേറ്റ് ഉള്ള 3 ടീമും ഇവർ മാത്രമാണ്. ഇതിൽ ചെന്നൈക്കും രാജസ്ഥാനും ഇനി 6 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ അതിൽ ഒരെണ്ണം തോറ്റാൽ തന്നെ ഇവരുടെ പ്ലേ ഓഫ് റേസ് ഏറെക്കുറെ അവസാനിക്കും. ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കി ശേഷിക്കുന്ന 6-6 ജയിച്ച് ഇവർ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയുമില്ല. ഹൈദരാബാദിന് 7 മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ 6 വിജയങ്ങൾ എന്നതാണ് ഇക്വേഷൻ. 7ാം സ്ഥാനത്ത് 6 പോയിന്റുമായി കൊൽക്കത്തയാണുള്ളത്. +0.5 എന്ന മികച്ച റൺ റേറ്റും ടീമിനുണ്ട്. അതുകൊണ്ട് വിജയങ്ങൾ എന്നതിൽ മാത്രം ടീം ഫോക്കസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ശേഷിക്കുന്ന 7 മത്സരത്തിൽ 5 വിജയം എന്നതാണ് KKRന്റെ ഇക്വേഷൻ. 6ാം സ്ഥാനത്ത് 8 പോയിന്റുമായി MI ആണ് നിൽക്കുന്നത്. ബുംറ കൂടി തിരികെ എത്തി ഒരു മൊമെന്റം ടീമിന് കിട്ടിയതിനു ശേഷം തുടർച്ചയായി 3 വിജയങ്ങളാണ് മുംബൈക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വളരെ ലേറ്റ് ആകാതെ കൃത്യസമയത്ത് തന്നെ വിജയവഴിയിലേക്ക് തിരികെ എത്താൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 6 മത്സരങ്ങളിൽ 4 വിജയമാണ് പ്ലേ ഓഫ് ബർത്തിന് വേണ്ടി മുംബൈക്ക് വേണ്ടത്. +0.4 ആണ് ഇവരുടെ റൺ റേറ്റ്. 5 മുതൽ 1 വരെ സ്ഥാനത്ത് നിൽക്കുന്ന LSG, പഞ്ചാബ്, RCB, ഡൽഹി, ഗുജറാത്ത് തുടങ്ങി 5 പേർക്കും 10 പോയിന്റാണുള്ളത്. ഇതിൽ ഗുജറാത്തും ഡൽഹിയും മാത്രം 7 മത്സരങ്ങൾ കളിച്ചിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും 8 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്ലസ് റൺ റേറ്റ് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്. 5 ടീമുകൾ 10 പോയിന്റിൽ നിൽക്കുന്നതിനാൽ ഈ ലൂപ്പിൽ നിന്നും എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാനായിരിക്കും ടീമുകൾ ശ്രമിക്കുന്നത്. ശേഷിക്കുന്ന മത്സരങ്ങളിൽ 3 വിജയങ്ങളാണ് ഇവർക്ക് വേണ്ടത്. ക്രോസ് മത്സരങ്ങൾ വരുമ്പോൾ പോയിന്റ് ടേബിൾ ഇനിയും മാറി മറിയുമെന്ന കാര്യം ഉറപ്പാണ്.